ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ലഡു എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. നമ്മൾ ഈ ബേക്കറിയിൽ നിന്ന് വാങ്ങിച്ചിട്ട് ലഡു എല്ലാം കഴിക്കണത് മിക്കവരും. അപ്പോൾ വീട്ടിൽ നമ്മുടെ കെമിക്കലൊന്നും ഇല്ലാത്ത ഒരു അടിപൊളി ലഡു എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ടൊരു ഇതുപോലെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ഗ്ലാസ് കടലമാവ് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കലക്കി വയ്ക്കാം. ദോശമാവിൻ്റെ പരുവത്തിന് കലക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മുടെ കളർ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. മഞ്ഞ കളറോ റെഡ് കളറോ ഒക്കെ ചേർക്കാം. ഞാനിതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ഒരു 1/4 ടീസ്പൂൺ. നല്ലോണം ഇതൊന്ന് കലക്കിയെടുക്കാം. ഇതാകുമ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കഴിക്കാം. ചിലപ്പോൾ വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി വിൽക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. എന്നാലും ലാഭം തന്നെയാണ്. ഇനി നമ്മൾ അരിപ്പ പോലെ അതിൻ്റെ ഉള്ളിൽ ഒഴിച്ചിട്ടാണല്ലോ അതാക്കണം. ഞാൻ ഈ ചിരട്ടയിലാണ് കേട്ടോ ഒഴിക്കണത്. ചിരട്ടയിലാകുമ്പോൾ നമുക്ക് റിസ്ക് ഇല്ല, പെട്ടെന്ന് അങ്ങോട്ട് കഴിഞ്ഞെടുക്കും. മുത്ത് പോലെ ഒന്നും ആവേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതുപോലെ അങ്ങോട്ട് ചെയ്താൽ മതി. ആദ്യമൊക്കെ എല്ലാവരും മണിയായിട്ട് കിട്ടാനായിട്ട് അങ്ങനെ ചെയ്യും. ഞാൻ ഈ ചിരട്ടയിൽ ഒഴിച്ചിട്ട് ചുറ്റിച്ചെടുത്താൽ മതി. ഇതതുപോലെ തന്നെ എല്ലാം നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. കേട്ടോ, ഇത്ര വിഷമമുള്ളൂ അത് ഒഴിക്കാനായിട്ട്. മഞ്ഞ കളറ് കുറച്ച് കുറവാണ്. ലാസ്റ്റ് ലേശം കൂടി മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ടിട്ടുണ്ട് അതിൽ. പിന്നെ ഓയിലിൽ ഉണ്ടാക്കുന്നതാണ് എപ്പോഴും നല്ലത്. വെളിച്ചെണ്ണയേക്കാളും ഓയിലാണ് നല്ലത്. ലഡു ഇതൊക്കെ ഉണ്ടാക്കുന്നത് ഓയിലാണ് നല്ലത് കേട്ടോ. ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒരു ഭാഗം മൊരിഞ്ഞ് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പുറത്തെ ഭാഗം മൊരിഞ്ഞ് വരട്ടെ. 2 ഭാഗം നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് എടുക്കണ്ട കേട്ടോ. അതിൻ്റെ എണ്ണയൊക്കെ നല്ലോണം കളഞ്ഞിട്ട് എടുക്കാം. പെട്ടെന്ന് നമുക്ക് ലഡു ജിലേബി എന്നൊക്കെ പറഞ്ഞാൽ ബേക്കറിയിൽ തന്നെ കിട്ടണം നിർബന്ധം പിടിക്കേണ്ട. നമുക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കാം. ഇപ്പോൾ ചൂടാറിയിട്ടുണ്ട്. ഒരു മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. മുത്ത് പോലെ വരണ്ടേ, അതിന് ക്രഷ് ചെയ്തെടുക്കും. അപ്പോൾ ഇതെല്ലാം കൂടി പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇതിലേക്കുള്ള ശർക്കര എന്ന് പറയുന്നത് കേട്ടോ, പഞ്ചസാര. 1 ഗ്ലാസ് പൊടിക്ക് ഞാൻ എടുക്കുന്നതാണ് 3/4 ഗ്ലാസ് പഞ്ചസാര. അല്ലെങ്കിൽ വേണമെങ്കിൽ നമുക്ക് 1 ഗ്ലാസ് എടുക്കാം കേട്ടോ. പഞ്ചസാര നല്ല മധുരമായിരിക്കും. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ എടുക്കാം. അതിലേക്ക് 1/2 ഗ്ലാസോളം വെള്ളം ഒഴിച്ചിട്ട് ഉരുക്കിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് ഏലക്കായ ഇട്ട് കൊടുക്കാം. പിന്നെ ഈ വെള്ളത്തിലേക്ക് ചെറുനാരങ്ങ ലേശം, ഒരു അരമുറി ചെറുനാരങ്ങ വേണമെങ്കിൽ പിഴിയാട്ടോ. അത് മറന്നുപോയി, അത് ലാസ്റ്റാണ് ഞാൻ പിഴിഞ്ഞത്. അപ്പോൾ ഇത് അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഉരുക്കിയതൊക്കെ ഇതിങ്ങനെ കുടിക്കും. അതിന് ശേഷം ചൂടാറുമ്പോൾ ഉരുക്കിയെടുക്കാം കേട്ടോ. അതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് ഒരു 2 ടീസ്പൂണോളം, 2 ടീസ്പൂണിൻ്റെ അടുത്തുള്ളൂ കേട്ടോ, നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നാരങ്ങ നീര് മുന്നേ ഒഴിക്കേണ്ടതായിരുന്നു. ഞാനത് ലാസ്റ്റാണ് കേട്ടോ ഒഴിച്ചത്. നല്ലോണം ഇതൊന്ന് മിക്സാക്കിയെടുക്കാം. അപ്പോൾ ഉരുട്ടേണ്ട പരുവായിട്ടുണ്ട് കേട്ടോ. ഉരുട്ടിയെടുക്കാം. തണുത്ത് വരുമ്പോഴാണ് ഇതുപോലെ വരുന്നത്. അപ്പോൾ ഉരുട്ടിയെടുക്കാം. അപ്പോൾ ലഡു എന്ന് പറയുന്നത് ഇത്രയ്ക്കേ പണിയുള്ളൂ കേട്ടോ. ഇതിന് കുറച്ച് അണ്ടിപ്പരിപ്പ് ഒന്ന് നുറുക്കിയിട്ടുണ്ട്. കൈ കൊണ്ട് നുറുക്കുക, അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് ക്രഷ് ചെയ്തിട്ട് എന്തെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ അറിയാത്തവർ ചെയ്ത് നോക്കുക. എത്ര എളുപ്പമാണ് നോക്കുക ലഡു ഉണ്ടാക്കാനായിട്ട്. ഇത് നല്ല ഭംഗിയുള്ള നല്ല ബോളായിട്ട് ഉരുട്ടിയെടുക്കാം. ചെറിയ ബോൾസുകളാക്കി എടുക്കാം. കണ്ടോ, ലഡു ആയിട്ടുണ്ട്. അപ്പോൾ നല്ലോണം തണുത്തിട്ട് കഴിക്കാം. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരാം.